നമസ്കാരം. ലോകത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിൽ ബേണിൽ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, വായിക്കൊള്ളൂല അത് പറയാൻ, അത്രയും ബുദ്ധിമുട്ടാണ്. ഇവരുടെ ലാംഗ്വേജും പ്രൊനൗൺസിയേഷനും ജർമ്മൻ ഭാഷയാണ് കൂടുതലും ഉപയോഗിക്കണം. ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത്. ഇതെൻ്റെ വൈഫ് സെലിൻ. ഞങ്ങൾ സ്ഥലം കാണിക്കുവാണ്. വളരെ മനോഹരമാണ്. സത്യത്തിൽ കേരളം നമുക്കിങ്ങനെ ആക്കാൻ പറ്റും. വൃത്തിയായിരിക്കണം, കർഷകരെ സ്നേഹിക്കണം. ഞാൻ കർഷകർ പശുവിനെ കൊണ്ടുവരുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട് ഈ വീഡിയോ കഴിഞ്ഞിട്ട്. ഇന്ന് മലമുകളിൽ നിന്ന് പശുവിനെ കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, എന്ത് ഭംഗിയാണ്, വരച്ചു വെച്ച പോലെ ഇല്ലെന്ന് നോക്കിയേ. വേണ്ട, ഇവിടെ ടൂറിസ്റ്റ് വരുവാണ്. ടൂറിസമാണ് പ്രധാന ഒരു ബിസിനസ്, പിന്നെ കൃഷിയാണ്. പശുവിൻ്റെ പാലുൽപ്പന്നങ്ങൾ, ചോക്ലേറ്റ്, ചീസ്, ബട്ടർ, അങ്ങനെ കർഡ്, ഫ്രഷ് മിൽക്ക്, പാസ്ചറൈസ്ഡ് മിൽക്ക്, അങ്ങനെ പല സാധനങ്ങളും. നമുക്ക് കേരളത്തിന്റെ തനിമയാണ്. പക്ഷെ കേരളത്തിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കൂല, മലയൊക്കെ ഇടിച്ചുകൊണ്ട് പോകും. ഇവിടെ ഇപ്പോഴും എല്ലാം ട്രഡീഷണലാണ്. ചാണാൻ തെളിക്കുവാണ് ഞാൻ വരുമ്പോൾ നോക്കുമ്പോൾ ഒരു ട്രെയിലറിൽ കൊണ്ടുവന്നിട്ട് കലക്കി. ഇതണ്ട, എത്ര ഭംഗിയാണെന്ന് നോക്കിയേ. എൻ്റെ സുഹൃത്തുക്കളെ കൂടി കാണിക്കണമെന്നേ ഉള്ളു. എല്ലായിടത്തും നല്ല നല്ല ഫ്ലവേഴ്സാണ്. ഇതുണ്ട്, ഇവർ കാട്ടിലുണ്ടാക്കുന്ന ഫ്ലവേഴ്സാണ്. നോക്കിയേ, പുല്ലില്. നമ്മുടെ ഇടുക്കിയും തേക്കടിയും വയനാടൊക്കെ ഇങ്ങനെ തന്നെ, പക്ഷെ നമ്മൾ സൂക്ഷിക്കില്ലെന്ന് മാത്രം. അതെ, ഒരു ഗ്രാമം കാണിച്ചു തരാം നിങ്ങളെ. വേണ്ട, ഇതൊരു ഗ്രാമം. ഇനി ഞാൻ ഇതിന്റെ തന്നെ മറ്റൊരു, ഇവിടെ ഓരോ പഞ്ചായത്തിനും ഗമേന്ത എന്നാ പറയണത്, ഓരോ ടൗണും സിറ്റിയൊക്കെ. അപ്പൊ ഇനി നിങ്ങൾ അപ്പുറത്തെ വശം കൂടി ഞാൻ കാണിക്കാണ്ട്. നമുക്കും കേരളത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടവും നല്ല വൃത്തിയും ബുദ്ധിയും രാജ്യസ്നേഹമുള്ള ആൾക്കാരും ജനങ്ങളും കൂടി ഉണ്ടെങ്കിൽ കേരളം തീർച്ചയായിട്ടും സ്വിറ്റ്സർലാൻഡ് ആക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ കൂടുതൽ തണുപ്പ് നമ്മുടെ അവിടെ ഇല്ല, കൂടുതൽ ചൂടില്ല. പക്ഷെ നമ്മൾ മലയെല്ലാം ഇടിച്ച് കാടൊക്കെ വെട്ടി എപ്പോഴും ഫ്ലാറ്റും വലിയ ബിൽഡിങ്ങുകളും. ഇവിടെ അതല്ല, എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് എപ്പോഴും. ഇത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ. ഇവിടുത്തെ സ്കൈ തന്നെ ഭയങ്കര ബ്ലൂവാ. കാരണം പൊള്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കരമാണ് ഇവിടുത്തെ. ഇവിടുത്തെ എല്ലാ വീടുകളും കൊല്ലങ്ങളോളം പഴക്കമുള്ളതാണ്. ഇവർ പൊളിച്ച് പണിയില്ല, അത് പെയിന്റ് ചെയ്ത് അടിച്ച് കുട്ടപ്പനാക്കി വെച്ചേക്കും. നമുക്ക് വിദേശത്ത് പോകുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ മഹിമ മനസ്സിലാവണം. നമ്മുടെ നാട് കേരളം വൺ ഓഫ് ദ ബെസ്റ്റാണ്. പക്ഷെ ആൾക്കാർ, ഞാനടക്കം, ഗോവിന്ദൻ ഒരു ജാതി രാഷ്ട്രീയവും ഒക്കെ. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല മന്ത്രി മിനിസ്റ്റർ ഒന്നും ആവണത്. പലരും 2 വർഷം കഴിയുമ്പോൾ മാറിക്കൊടുക്കും. ഇത് കണ്ട, എന്താണ് ലാൻഡ്സ്കേപ്പിംഗ് ഒന്ന് നോക്കിയേ. ലാൻഡ്സ്കേപ്പിംഗ് വേണ്ട. ഐ ആം ഇൻ സ്വിറ്റ്സർലാൻഡ്. ഓ, ഇന്നലെ ഉറക്കം നിന്നതിൻ്റെ. അപ്പം ഒരിക്കൽ കൂടി പറയുകയാണ്, കേരളവും സ്വിറ്റ്സർലാൻഡും തമ്മിൽ പ്രകൃതി കൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ മല മുഴുവൻ പൊടിച്ചെടുത്ത് പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് കളഞ്ഞ് കർഷകനെ ആദരിക്കാതെ, കർഷകരെ ബഹുമാനിക്കാതെ, ഇവിടെ പശു വളർത്തലും ചോളവും പച്ചക്കറികളും എല്ലാം നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കർഷകർക്ക് ഇവിടെ വളരെ മാന്യതയാണ്. ഗവൺമെൻറ് കണ്ടമാനം സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും പഞ്ചായത്ത് മെമ്പറും മേയറും മിനിസ്റ്റേഴ്സ് എല്ലാം 2-3 വർഷം കഴിയുമ്പോൾ മാറിക്കൊടുക്കും. ചാവണ വരെ ഇതിൽ നിന്ന് കാശ് ശമ്പളം നോക്കിയല്ല അവർ ജീവിക്കണം. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ പബ്ലിക് ഹിയറിംഗ് ഇടയ്ക്കിടയ്ക്കുണ്ട്. ഒരു സ്കൂൾ വേണമെങ്കിൽ, ഒരു ബസ് സ്റ്റോപ്പ് വേണമെങ്കിൽ MLA MP കൂടി എല്ലാം തീരുമാനിക്കണം. ജനങ്ങളോട് ചോദിക്കും, ഇവിടെ ഈ ബസ് സ്റ്റാൻഡ് വേണോ, ഇവിടെ ഈ വേസ്റ്റ് വേണോ, ഇവിടെ ഈ ഇൻഡസ്ട്രി വേണോ. അല്ലാണ്ട് പാറമടയുടെ ഇടയിൽ കുറച്ച് പെണ്ണുങ്ങളും കുറച്ച് ആൾക്കാരും പോയി സമരം ചെയ്യും. രാഷ്ട്രീയക്കാർ കൈക്കൂലി മേടിച്ച് ആ പാറമടക്ക് സാങ്ഷനും കൊടുക്കും. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കണം എങ്ങനെ ഭരണം വേണമെന്ന്.
എൻ്റെ ദൈവമേ, അങ്ങനെ ഒരു കാലം എന്നുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമ്മുടെ പുതിയ തലമുറക്കെങ്കിലും കക്ഷി രാഷ്ട്രീയവും വർഗീയതയൊക്കെ മാറ്റിവെച്ച് കേരളം ഒരു സ്വിറ്റ്സർലാൻഡ് ആക്കാൻ പറ്റുമോ എന്ന് പുതിയ വിദ്യാഭ്യാസമുള്ളവർ നോക്കുക. കർഷകരെ ആദരിക്കുക, കർഷകരെ ബഹുമാനിക്കുക, അവരുടെ ഉൽപ്പന്നത്തിന് നല്ല വില കൊടുക്കുക. ഇവിടെ മെയിൻ പശു വളർത്തല. ഞാൻ അതിൻ്റെ വീഡിയോ 1 മണിക്കൂർ കൊണ്ട് പോസ്റ്റ് ചെയ്യും കേട്ടോ. ഇന്നിവിടുത്തെ ഒരു ഫെസ്റ്റിവലാണ്, ഞാൻ ആ പോസ്റ്റും കൂടി ഇടാം. പശുക്കളെ ഐസിൽ നിന്നും 4 മാസം മേയാൻ വിട്ടിട്ട് ഇനി ഇവിടെ തണുപ്പ് വരാൻ പോണതുകൊണ്ട് അവരെ തിരിച്ച് താഴേക്ക് ഇറക്കണ ഒരു ഫെസ്റ്റിവലാണ്. അതിൻ്റെ വീഡിയോ ഭയങ്കര രസം. എനിക്കത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഞാനത് നിങ്ങൾക്ക് വിടാം. ഞാൻ ഈ മലമുകളിലോട്ട് വന്നപ്പോൾ ആ പശുവിനെ ഇങ്ങനെ കൊണ്ടുപോവാണ്, വരച്ചു വെച്ച പോലെ ഇല്ലേ. പിന്നെ എല്ലാം ഭയങ്കര വൃത്തിയാണ്, ഭയങ്കര വൃത്തി. റോഡും പരിസരമൊക്കെ. ഒരാളും റോട്ടിൽ ചവറിടുവോ, ഒരാൾ നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കുകയോ, അവരുടെ ട്രാക്കിൽ കൂടി മാത്രം. ഒരു സൈക്കിളുകാരനെ കണ്ടാൽ അവർ ചവിട്ടി നിർത്തി ആ സൈക്കിളുകാരന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടേ അവർ പോവുള്ളൂ. ദൈവമേ, നമ്മുടെ മക്കൾക്കെങ്കിലും വർഗീയതയും ഈ LDF, UDF, BJP ഒന്നും ഇല്ലാതെ ജനങ്ങളെ സേവിക്കുന്ന നല്ല സേവകരെ, ജനങ്ങളെ സംരക്ഷിക്കുന്ന, കർഷകരെ, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് മുൻഗണന കൊടുക്കുന്ന പിള്ളേര് രാഷ്ട്രീയത്തിൽ വരട്ടെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വെറുതെ കുറെ ഫ്ലാറ്റ് പണിയുക, അതിൽ കമ്മീഷൻ അടിക്കുക, വേസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇതാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നാവട്ടെ. ഞാനും നന്നാവാൻ ശ്രമിക്കാം, നിങ്ങളും നന്നാവണം. തീർച്ചയായിട്ടും ന്യായീകരണ തൊഴിലാളികളായ അന്തം കമ്മികൾ നാടിൻ്റെ ശാപമാണ്. പണിയെടുക്കില്ല, ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കില്ല. ഏതായാലും കർഷകനെ ആദരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കേരളവും ഒരു സ്വിറ്റ്സർലൻഡായി ഒരിക്കൽ മാറും. ഈ കള്ള രാഷ്ട്രീയവും അഴിമതി രാഷ്ട്രീയവും മാറി നല്ലൊരു നാടുണ്ടാവുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, ഞാനടക്കം. പുതിയ തലമുറ വീണ്ടും കൃഷിയിലേക്കും പരിസ്ഥിതി സ്നേഹിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് കൂടുതൽ ആൾക്കാർ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സെഷൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബെസ്റ്റ് വിഷസ് ഫ്രം സ്വിറ്റ്സർലാൻഡ്, ബേൺ. താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്.